കോതമംഗലത്ത് ഗതാഗത മന്ത്രിയുടെ പരിപാടി നടന്ന സ്റ്റേജിനടുത്തുകൂടി അമിത ശബ്ദത്തിൽ ഹോൺ മുഴക്കി പാഞ്ഞ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. KSRTCയുടെ നവീകരിച്ച ടെർമിനൽ ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി ജോൺ MLA പ്രസംഗിക്കുന്നതിനിടയിലാണ് സ്വകാര്യ ബസ്സുകൾ ഹോൺ മുഴക്കി എത്തിയത്. അമിത വേഗത്തിലാണ് ബസ് ഓടിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാൻ വേദിയിൽ വെച്ച് തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയായിരുന്നു. നമുക്ക് നിയമപരമായി അത് വേണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നപ്പോ തന്നെ ഒരു കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്ന കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുക 15 വരുവാന്ന് അദ്ദേഹം വിചാരിച്ച്. ഞാനും പേടിച്ചു പോയി. കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചോണ്ട്. ഇതിനകത്ത് ഇത്ര ഹോൺ അടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്? എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. അത് പോയി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതല്ല. റോഡിൽ അപ്പൊ എന്തായിരിക്കും? ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത്?